ചോറ്, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പെരട്ട് അഥവാ മീൻ റോസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. എങ്കിൽ വരൂ നമുക്ക് വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. നല്ല ദശ കട്ടിയുള്ള മീനാണ് നമുക്ക് ഈ റോസ്റ്റ് തയ്യാറാക്കാനായി ആവശ്യമായിട്ടുള്ളത്. നെയ്മീൻ, കേര, മോത അങ്ങനെയുള്ള മീനൊക്കെ റോസ്റ്റ് തയ്യാറാക്കാൻ വളരെ നല്ലതാണ്. ഞാൻ 1/2 കിലോ മോതയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മീനിന്റെ മുള്ളെല്ലാം നീക്കം ചെയ്ത ശേഷം നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ആദ്യം മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് 2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയാണ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ല പോലെ അരച്ചെടുത്തിട്ടുള്ള ഇഞ്ചി പേസ്റ്റ് ആയാലും മതി. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് വിനാഗിരിയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്പം അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിൽ കാണുന്ന പരുവത്തിന് കുഴച്ചെടുക്കണം. ഇനി ഈ മസാലയിൽ നിന്നും 2.5 ടീസ്പൂൺ മസാല മറ്റൊരു ചെറിയ ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ എടുത്ത് മാറ്റുകയാണ്. ഈ മസാല നമുക്ക് പിന്നീട് റോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിൽ നിന്നും നമ്മൾ മസാല മാറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ മസാല തന്നെ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് വൃത്തിയാക്കി വെച്ച മീന് ഇട്ട് കൊടുക്കാം. മുള്ളെല്ലാം നീക്കിയ ശേഷം വേണം നമ്മൾ ഈ മീൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഞാനിവിടെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടും മീൻ കട്ട് ചെയ്തെടുക്കാം. കാരണം മുള്ള് മാറ്റിയ ശേഷമാണ് നമ്മളിവിടെ മീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പൂൺ യൂസ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ മസാല എല്ലായിടത്തും തുള്ളുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാം. എന്നിട്ട് മീൻ വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായ സമയത്ത് മീൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ വറക്കാൻ ഇടുമ്പോൾ എല്ലാ മീനും ഒട്ടിക്കിടക്കുന്ന പരുവത്തിൽ ഇടാൻ പാടില്ല. അല്പം ഗ്യാപ്പ് ഇട്ട് വേണം മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ. ഇനി ഒരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല, ഒരുപാട് കരിച്ചെടുക്കാൻ പാടില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. അടുത്ത സൈഡ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സൈഡ് നല്ല പോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് എനിക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഒരുപാട് ഞാൻ കരിച്ചെടുത്തിട്ടില്ല. ഒന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. ഈ പരുവത്തിന് വേണം നമ്മൾ മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കാൻ. ഇതിവിടെ ഇരിക്കട്ടെ. മീൻ വറുത്ത് ബാക്കി വന്ന എണ്ണയാണിത്. ഈ എണ്ണയിലേക്ക് 2 സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിട്ട് വറുത്തെടുക്കണം. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള വറുത്തെടുക്കാറില്ലേ, അതുപോലെ തന്നെ കരികരുപ്പായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആ സമയം നമ്മൾ നല്ല പോലെ കൈകൊണ്ട് ഞെരടി പൊടിച്ച് വെക്കണം. ഇതുപോലെ കൈകൊണ്ട് ഞെരടി പൊടിച്ചെടുത്ത് വെക്കണം. പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം.
ഇനി ഇതിലേക്ക് 2 സവാള വളരെ കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമുക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മസാലയാണ്, അതായത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയാണിത്. ഇത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്, കാരണം നമ്മളിത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് മസാല ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ വഴറ്റി ഒരു മണം കിട്ടുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള തക്കാളി ചേർക്കുന്നത്. അതായത് ഇത് 2 തക്കാളിയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്, മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മസാല നല്ല പോലെ മൂത്ത് കിട്ടണം, എന്നിട്ട് ഈ തക്കാളി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. തക്കാളി അരച്ചത് ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ചതച്ചതോ അല്ലെങ്കിൽ അതിന്റെ പൊടിയോ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 2 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് എണ്ണ തെളിയുന്ന സമയം വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മസാലയിൽ ഉപ്പുണ്ട്, അതനുസരിച്ച് വേണം ഈ സമയം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട ശേഷം കൈവിടാതെ തന്നെ ഇത് ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കണം. ഒരു പിടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതും നന്നായിട്ടൊന്ന് മസാലയുടെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാള നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സവാള പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ സവാള ചേർക്കുന്നത് കൊണ്ട് ഈ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഇങ്ങനെ റോസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടി ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മീനാണ്. വറുത്തെടുത്തിട്ടുള്ള മീനാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. മീൻ ഇവിടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് വരട്ടിയെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ വരട്ടിയെടുക്കണം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വരട്ടിയെടുക്കാൻ. ഇതിൽ അല്പം മസാലയെല്ലാം മീനിൽ പുരണ്ടിരിക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റ് ആണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്കത് ഉറപ്പുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ചോറിന്റെ കൂടെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല റെസിപ്പീസിന്റെ വീഡിയോസ് എല്ലാം ഇനി നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. സോ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ ബൈ.